കപ്പ വേവിച്ചതും കട്ട്ളമീൻ വറ്റിച്ചതും തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1 കിലോ കപ്പ കൊത്തിയരിഞ്ഞ് കഴുകി വാരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട്ളമീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2 വലിയ മീനാണ്. ചെറുതാക്കി നുറുക്കിയിട്ടില്ല, നേർപകുതിയാക്കി മുറിച്ച് ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 പീസുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി, 5 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളകും കൂടി എടുത്ത് വയ്ക്കാം. കപ്പ നന്നായിട്ട് കഴുകി വാരിയിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ, ഒരു 8 കാന്താരി മുളക്, 5 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, ഒരു 2 കറിവേപ്പിലയും കൂടെ മിക്സിയുടെ ജാറിൽ ഒതുക്കിയെടുക്കാനുള്ളതാണ്. നമുക്ക് ആദ്യം കപ്പ വേവിച്ചെടുക്കാം. കപ്പയിൽ ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പയ്ക്കൊരു ഇതൊരു വേറൊരു വെറൈറ്റി കപ്പയാണ്. ഏത്തക്കപ്പ എന്ന് പറയും. വേവിച്ച് കഴിയുമ്പോൾ നല്ല മഞ്ഞ നിറമായിരിക്കും. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പിൽ വയ്ക്കാം. നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊന്ന് ചതച്ചിട്ട് വരാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടെ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ചതച്ചെടുത്ത ഉള്ളിയും ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒന്ന് മൊരിയിച്ച് വറുത്തെടുക്കണം, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ തക്കാളി കൂടെ ആവശ്യമായിട്ടുണ്ട്. അതുകൂടെ നമുക്കിവിടെ കൊത്തിയരിഞ്ഞ് വയ്ക്കാം. തക്കാളി നിർബന്ധമില്ല, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇനി നമുക്ക് ആദ്യം കപ്പയുടെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വേപ്പില, അതൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ഞാനിവിടെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തക്കാളിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി ഒന്ന് നന്നായിട്ട് വഴന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 3 കഷ്ണം കുടപ്പുളിയാണ് ചേർക്കുന്നത്. അതുകൂടെ ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ മീൻ പെറുക്കിയിട്ട് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഉപ്പൊക്കെ ഒന്ന് ഒരു തിള വന്നു കഴിഞ്ഞ് ഉപ്പൊക്കെ നോക്കണം. കാരണം ഇത് മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അധികം വെള്ളം വേണ്ട. നമുക്കിത് മീൻ തിളച്ച് കഴിയുമ്പോൾ തന്നെ ഒരു കുറച്ചും കൂടെ വെള്ളം ഇതിനകത്താകും. മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. ചാറൊക്കെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഈ സമയം നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിനി കറി വാങ്ങി വയ്ക്കാം. കപ്പ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞായിരുന്നു. ഇതിലൊട്ടും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. കപ്പയുടെ കളറാണത്. ഇനി ഇതിലേക്ക് തേങ്ങ ഒതുക്കിയത് ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. തേങ്ങയുടെ പച്ചച്ചുവ മാറാനാണ്. ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് തേങ്ങ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.